നമ്മുടെ ജോൺ ബ്രിട്ടാസ് എന്നും എന്തെങ്കിലും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ശബരിമല അയ്യപ്പനെ പറയുക, അല്ലെങ്കിൽ മോഡിയെ പറയുക, അങ്ങനെ എന്നും അദ്ദേഹം വിവാദം, ഗണപതി, ഓരോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ വനിത എവിടെ ഇറക്കി, കൈരളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരു വിദേശ വനിത എവിടെ ഇറക്കി, മാതാമൃതാന മഠത്തിൽ എന്തോ കൊലപാതകം നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത സൃഷ്ടിച്ചു. പക്ഷേ അത് ആ കൈരളി വാർത്തയോടുകൂടി തീർന്നു, ആരും യൂട്യൂബിൽ പോലും അത് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഈ VS-ൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി മാതാമൃതാന മഠത്തിൽ നിന്ന് ജനലക്ഷങ്ങളുടെ നേതാവാണ് VS എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹം കാരുണ്യമുള്ള നേതാവെന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന വന്നപ്പോൾ അതിനെയും ട്രോളിക്കൊണ്ട് ബ്രിട്ടാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ജോൺ ബ്രിട്ടാസ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും സനാതനധർമ്മത്തിനും ഭൂരിപക്ഷമുള്ള ഒരു നാടാണ്. ഒരു 70-80% ആളുകളും അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ വിശ്വാസത്തിലുള്ളവരാണ് അവർ. മാത്രമല്ല എല്ലാവരെയും ദൈവമായി കാണുന്നവരാണ്. അതാണ്, ആൾ ദൈവം എന്നൊരു കാര്യമൊന്നുമില്ല, എല്ലാവരും ദൈവമാണ്. ബ്രിട്ടാസും ദൈവമാണ്, ഞാനും ദൈവമാണ്. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും സകല സ്ഥലത്തും ദൈവമുണ്ട്, ദൈവാംശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിനെ പിന്നെ ദൈവമാക്കി കാണുന്നത്. അന്നും ആളുകൾ ദൈവമായി കണ്ടു. കുമാരനാശാൻ പറഞ്ഞു, കുമാരനാശാൻ്റെ കവിത തന്നെയുണ്ട്, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണ് എന്നുള്ള കവിത തന്നെയുണ്ട്. അതുപോലെ ഞാൻ ദൈവമാണെന്ന് ഗുരുദേവൻ പറഞ്ഞ വാചകവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ അദ്ദേഹത്തിന് ക്ഷേത്രം പോലെ പിന്നെ ഗോപുരങ്ങൾ കെട്ടി, ക്ഷേത്രം തന്നെ കെട്ടി പല സ്ഥലങ്ങളിലും, കേരളത്തിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ തിരികൊളുത്തുന്നു, പൂജ നടത്തുന്നു. ചട്ടമ്പി സ്വാമികളെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്ഷേത്രങ്ങളുണ്ട്. അയ്യാഗുരുവിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് തെക്കാട് ക്ഷേത്രമുണ്ട്. അങ്ങനെ ആദിശങ്കരൻ്റെ പേരിലുണ്ട്. മൺമറഞ്ഞു പോയ മഹാപുരുഷന്മാരുടെ അല്ലെങ്കിൽ ആത്മീയ കരുണാകര ഗുരുവിൻ്റെ പേരിൽ ആശ്രമമുണ്ട്. ഇങ്ങനെയുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട്. സത്യസായി ബാബ ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങൾ ദൈവത്തെ പോലെ പോയി കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷിർദി സായി ബാബ ബോംബെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? മാതാമൃതാനന്ദമയി മഠം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ എന്തെല്ലാം സഹായം ചെയ്യുന്നു. എത്ര സ്കൂളുകൾ നടത്തുന്നു, എത്ര കോളേജുകൾ നടത്തുന്നു. ജനസാഗരമല്ലേ. ഒരുപക്ഷെ ഇനി മാതാമൃതാനന്ദമയി അമ്മയുടെ ഒരു കാലം കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാം എന്തുമാത്രം ജനസാഗരമായിരിക്കും കണ്ണുനീരിൽ പോകുന്നതും കരയുന്നതെന്നും. അപ്പോൾ അതൊക്കെ ജനങ്ങളാണ്, പൊട്ടന്മാരല്ല, പച്ചയായ മനുഷ്യരാണ്. അവർ വെറുതെ വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആദിവാസികളോ ദളിത് വിഭാഗത്തിലോ പെട്ട ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ആദിവാസി മുതൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മുതൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ മുതൽ ഏറ്റവും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ മുതൽ സമ്പന്നർ മുതൽ ദരിദ്രർ മുതൽ സകലമാന ആളുകളുടെയും ഒരു ക്രോസ് പ്രൊഫൈലുള്ള ഭക്തന്മാരുടെ ശിഷ്യന്മാരുടെ ഒരു അല്ലെങ്കിൽ ഭക്തന്മാരുള്ള ഒരു വ്യക്തിത്വമാണ് മാതാമൃതാനന്ദമയി. അതുപോലെ തന്നെ ലാത്തൂറിൽ, മഹാരാഷ്ട്രയുടെ ലാത്തൂറിൽ ഭൂകമ്പമുണ്ടായപ്പോൾ എത്ര കോടി രൂപയുടെ പുനരധിവാസമാണ് ഉണ്ടായിക്കൊടുത്തത്. സുനാമി വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, ഓരോ ഘട്ടത്തിലും എന്തുമാത്രമാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പിന്നെ കൊച്ചിയിലെ മെഡിക്കൽ കോളേജ്, മാതാ അമൃതാനന്ദമയി മെഡിക്കൽ സയൻസ് സെൻറ്റർ, അതൊക്കെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സജി ചെറിയാൻ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നത് അവിടെ പോയിട്ടാണ്, അപ്പോൾ മന്ത്രി. അപ്പോൾ ഇതൊക്കെ നടക്കുന്നൊരു നാട്ടിൽ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വളരെ ഗൗരവമായിട്ടൊരു വിഷയമാണ്. മാതാമൃതാനന്ദമയി മഠം, അവിടെ വിശ്വാസികൾ പോകുന്നു, അവർ പ്രാർത്ഥിക്കുകയോ പാദപൂജ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ആളുകളെ പൂജിക്കുകയോ എന്തോ ചെയ്തോട്ടെ. അവിടെ പിന്നെ മറ്റെന്തെങ്കിലും തോന്നിവാസം നടക്കണമെങ്കിൽ അതിനിവിടെ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ ടാക്സിൻ്റെ ആളുകളുണ്ട്, ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്രൈം ചെയ്യുകയാണെങ്കിൽ വിജിലൻസ് ഉണ്ട്, പോലീസുണ്ട്, CBI ഉണ്ട്, NI ഉണ്ട്, എല്ലാ സംവിധാനം രാജ്യത്തുണ്ടല്ലോ. അത് അവർ പരിശോധിക്കണം. പക്ഷേ അല്ലാതെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, ആൾ ദൈവമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എല്ലാ ആളുകളും ദൈവമാണ്, സകല ആളുകളും ദൈവമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രമല്ല, സകല ചരാചരങ്ങളിലും ദൈവാംശവും ദൈവവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സംസ്കൃതിയുടെ ബാക്കി പത്രക്കാരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ ആരാധിക്കട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ ജീവിക്കട്ടെ. അതിൽ ദയവ് ചെയ്ത് ബ്രിട്ടാസ് ഇടപെടരുത്. ബ്രിട്ടാസ് പലവട്ടം ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുത്തിത്തിരിപ്പോയിട്ട് വന്നിരിക്കുന്നത് മാതാമൃതാനന്ദമയി മഠം എന്തോ മോശം പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുക്തിവാദിയും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഒരു മില്ലിമീറ്റർ പോലും ഒരു വിശ്വാസിയെയും തള്ളിപ്പറയാത്ത ആളാണ്. വിശ്വാസിക്ക് വിശ്വാസിയുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് പോയതിൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വസൂരി വന്ന അമ്മ മരിച്ചപ്പോൾ ദൈവമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ തരുമായിരുന്നല്ലോ, ആ അമ്മ മരിച്ചു പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ നിന്ന് കൂടിയാണ്. ഒരുപക്ഷെ അമ്മ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, വസൂരി വന്നിട്ട് അമ്മ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ VS നല്ലൊരു വിശ്വാസിയായി മാറുമായിരുന്നു. അപ്പോൾ അനുഭവങ്ങളാണ് മനുഷ്യരെ കൊണ്ട്
വിശ്വാസികളാക്കുന്നതും യുക്തിവാദികളാക്കുന്നതും ഒക്കെ അവരവരുടെ ജീവിതാനുഭവങ്ങളും കിട്ടുന്ന വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി ബ്രിട്ടാസ് ഒരു സാഹചര്യത്തിലും മാതാമൃതായി മഠത്തെ പോലുള്ള സംവിധാനങ്ങളെ തള്ളിപ്പറയരുത്, അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കരുത്. നിങ്ങളവരെ പ്രൊമോട്ട് ചെയ്യണ്ട, അവരവരുടെ ലെവലിൽ കാര്യങ്ങൾ ചെയ്തോട്ടെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളെയാണ് അമ്മ കാണുന്നത്. പിന്നെ കാണുന്നു എന്ന് മാത്രമല്ല, അവരിലുള്ള അവരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നു, സന്തോഷം കൊടുക്കാൻ പറ്റുന്നവർക്ക് സന്തോഷം കൊടുക്കുന്നു, പണം കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുക, മറ്റൊരുപാട് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഠമാണ് പിന്നെ വള്ളിക്കാവിലെ അമൃതാനന്ദമയി മഠം. അതുപോലെ അവർ നല്ല ഒരു അമൃത ചാനൽ നടത്തുന്നു, പിന്നെ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനൽ നടത്തുന്നു, ഓൺലൈൻ ചാനലുകൾ നടത്തുന്നു, വളരെ മനോഹരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന, ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കൊടുത്തിട്ടുള്ള, പൊതുജനങ്ങൾക്കുൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ ഈ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ള അമ്മയെ വെറുതെ വിടുക, അവരെ പൂജിക്കുകയോ പാദപൂജ നടത്തുകയോ മൊത്തത്തിൽ പൂജിക്കുകയോ അതെല്ലാം വിശ്വാസികൾ നോക്കിക്കോളും. ബ്രിട്ടാസിൻ്റെ പണി നോക്കണം.